നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ അല്ലേ, ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങളും കൺസെപ്റ്റുകളും അതിലെ ഫോർമുല അല്ലെ ഇക്വേഷൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അതിലത്തെ പ്രോബ്ലംസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, വളരെ ഈസിയാണ്, എല്ലാ കുട്ടികൾക്കും എന്താ പറയാ പെട്ടെന്ന് എക്സാമിന് എഴുതാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ അന്നൊന്നും പറയാഞ്ഞത്. പക്ഷെ ഞാനിപ്പോ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നിരന്തരമായി നോക്കിയപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. അതുകൂടാതെ തന്നെ ഈ ചാപ്റ്ററില് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അപ്പൊ മൊത്തം എത്ര മാർക്കായി? 5ഉം 3 2 5 5 14 മാർക്ക്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച കുട്ടിക്ക് 14 മാർക്ക് SSLC എക്സാമിന് ഷുവർ ആയിട്ട് കിട്ടും. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടും അല്ലാതെ ഒക്കെ അതിലെ ആൻസേഴ്സ് എഴുതാൻ പറ്റും. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തും. ഓക്കെ, ക്വസ്റ്റ്യനും വായിക്കാം. ഞാനിവിടെ എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവില്ല. നോക്കിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ ഡിഫറൻസ് 5. എന്തൊരു എളുപ്പല്ലേ. ഫസ്റ്റ് ടേം ആദ്യ പദം, ഫസ്റ്റ് ടേം 2 കോമൺ ഡിഫറൻസ് 5 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനും പറഞ്ഞത്. എഴുതിക്കൂടെ? എങ്ങനെ എഴുതുക? ഫസ്റ്റ് ടേം 2 എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ? യെസ്, ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. വീണ്ടും കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ആഡ് ചെയ്താൽ നെക്സ്റ്റ് ടേം കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം 2 തന്നിട്ട് 2ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 7, വീണ്ടും 5 ആഡ് ചെയ്താൽ 5 12. നമ്മളൊരു സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ ഒരു 3 ടേം എഴുതാൻ അവസാനിപ്പിക്കുക. അപ്പൊ ഫസ്റ്റ് ടേം 2 കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ 2 + 5 7, 7 + 5 12 എക്സെട്ര എഴുതിയാൽ മതി. ഇതേപോലെ 2 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ കുറച്ച് മാറി ചോദിച്ചിട്ടുണ്ടെന്നറിയോ? റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് -2. ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടില്ല, പക്ഷെ കോമൺ ഡിഫറൻസ് എത്ര പറഞ്ഞെങ്കിൽ -2 ആയിട്ടൊരു സീക്വൻസ് എഴുതാണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം എഴുതാമല്ലോ കോമൺ ഡിഫറൻസ് -2. പക്ഷെ ഫസ്റ്റ് ടൈം അറിയില്ല. അപ്പൊ ഏതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുക? ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കാം. ഒരു കുട്ടിക്ക് -2 കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ഒരു കുട്ടി ഫസ്റ്റ് ടൈം 2 ആയിട്ട് എടുക്കുകയായിരിക്കും. 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2ന്റെ കൂടെ -2 പ്ലസ് ചെയ്യണം. 2 - 2 എന്തായി? 0 അല്ലേ? 0ന്റെ കൂടെ വീണ്ടും -2 പ്ലസ് ചെയ്താൽ -2 എക്സെട്ര. ഒരു കുട്ടിക്ക് ഇങ്ങനെ എഴുതാൻ തോന്നി. വേറെ കുട്ടി 5ന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം 5 ആണെങ്കിൽ 5 എന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാണ്. പക്ഷെ -2 ഏതാണ്? -c അല്ലേ? 5 - 2 3, 3 - 2 1 എക്സെട്ര. വേറെ കുട്ടിക്ക് 10 എടുക്കണം തോന്നി. ആയിക്കോട്ടെ, 10 എടുത്തു. 10ന്റെ കൂടെ -2 പോയാൽ 8, വീണ്ടും -2 പോയാൽ 6 എക്സെട്ര. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? എല്ലാ കുട്ടികൾക്കും ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് കിട്ടുക. കാരണം കോമൺ ഡിഫറൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഫസ്റ്റ് ടൈം തന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തില് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന് ചോദിക്കുക. അതേപോലെ 2 മാർക്കിന് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Is 101 is a term of the arithmetic sequence? 101 ഏതിലെ? 13, 24, 35 etc. ഈ സീക്വൻസിൽ 101 എന്ന ഒരു നമ്പർ ഉണ്ടോ? അല്ലെങ്കിൽ ഈ സീക്വൻസിലെ ഒരു നമ്പർ ആണോ 101? 101 ഈ സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെ ഒരു നമ്പർ ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു സീക്വൻസിലെ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ് കോമൺ ഡിഫറൻസും ഈ സീക്വൻസിലെ നമ്പേഴ്സിന്റെ പ്രത്യേകത? ഈ സീക്വൻസിൽ ഏത് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ വ്യത്യാസം പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അപ്പൊ 101 ഈ സീക്വൻസിലെ ഒരു നമ്പർ ആണ് സപ്പോസ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 101 നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ടൈം മൈനസ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യാം. 3 1 8 അല്ലേ? 9 8 88 വരും. 8 3 11, 8 9 1 10, 88 കിട്ടി. ഇനി ഈ 88 കോമൺ ഡിഫറൻസിന്റെ പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമാണോ നോക്കണം. എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ്? പൊതു വ്യത്യാസം 24ന് 13 പോയാൽ 11 കിട്ടി. പൊതു വ്യത്യാസം 88 ആണ്. 88നെ 8 പകരം 88 റിമൈൻഡർ 0 കിട്ടി. 88 പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമാണോ? ആണ്. അതായത് 101 is a term of this sequence. അത് 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്.
അപ്പൊ എങ്ങനെയാണ് പദം ഇത് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഒരു സീക്വൻസിലെ ഒരു പദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? യെസ്, ആ സീക്വൻസ്, ആ നമ്പർ ആ സീക്വൻസിലെ ഏതെങ്കിലും നമ്പർക്ക് മൈനസ് ചെയ്യുക. എന്നിട്ട് അത് കോമൺ ഡിഫറൻസ്, വ്യത്യാസത്തിന്റെ ഗുണിതമാണോ നോക്കുക. ഗുണിതമാണോ നോക്കാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം എന്ത് കിട്ടണം? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഗുണിതമാണ്, അതിലെ പദമാണ്. ഗുണിതമല്ലെങ്കിൽ പദമല്ല. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ചോദിക്കാം, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് 101, രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസം 101 ആകുമോ? ഇവിടെ എന്താ ചോദിക്കുന്ന ചോദ്യം? ഈ സീക്വൻസിൽ ഒരു പദമാകുമോ 101 എന്നാണ്. അതിന് പകരം എന്ത് ചോദിക്കാം? ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ ഡിഫറൻസ്, വ്യത്യാസം 101 ആകുമോ? അങ്ങനെ 101 ആകുമോ ഡിഫറൻസ് ചോദിച്ചാൽ 101 വേണ്ട, ഞാൻ വേറെ നമ്പർ പറയാം. ഡിഫറൻസ് 100 ആകുമോ എന്ന് ചോദിച്ചത് വിചാരിക്കാം. ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്, വ്യത്യാസം 100 ആകുമോ? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫറൻസ്, അതായത് ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ തന്നിട്ടുള്ളത് ഡിഫറൻസ് തന്നെ, വ്യത്യാസം തന്നെയാണ് തന്നിട്ട് അല്ലെ. അപ്പൊ വ്യത്യാസമായി തന്നിട്ടുള്ള 100 എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് 11 അയച്ചു നോക്കുമ്പോ 99 റിമൈൻഡർ ശിഷ്ടം 1 കിട്ടി അല്ലെ. എന്ത് ചെയ്യും? ഒരു ഡിഫറൻസ് തരും. ഡിഫറൻസ് ഇതിൽ ടേം, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്, ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം, ഡിഫറൻസ് 100 കിട്ടുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ്, വ്യത്യാസമാണ് തന്നെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യരുത്? വ്യത്യാസം കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരെ എന്ത് ചെയ്യാം? 100നെ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യും. ഞങ്ങൾ ചെയ്ത് നോക്കി, ശിഷ്ടം റിമൈൻഡർ 1 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 100 ഈസ് നോട്ട് എ ടേം. സോ 100 അല്ല, ഡിഫറൻസ് എന്താവില്ല? ഡിഫറൻസ് ഈസ് നോട്ട്, യെസ്, നോട്ട് ഗെറ്റ് 100. ഡിഫറൻസ്, വ്യത്യാസം ഒരിക്കലും 100 കിട്ടില്ല. ഓക്കെ. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് വളരെ സിമ്പിൾ ആയിരിക്കും, നിങ്ങൾക്ക് എന്തായാലും ആൻസർ എഴുതാൻ പറ്റും. 2 മാർക്ക് കളയരുതിടാ. ഇനി 3 മാർക്കിന് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ആയിക്കോളൂ. ഇഫ് xn is equal to 5n plus 3, x എന്ന് പറഞ്ഞാൽ എന്താ? nth ടേം, 5n plus 3. x എന്ന് പറഞ്ഞാൽ nth ടേം, ലാസ്റ്റ് ടേം, that is 5n plus 3. Find common difference and first term. എങ്ങനെയാണ് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് കാണാൻ? വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് കാണാൻ ഈ n-ന്റെ കോഎഫിഷ്യന്റ്, n-ന്റെ കൂടെ കിടക്കുന്ന അതാണ് കോമൺ ഡിഫറൻസ് ആയിട്ട് പറയാം. That is b is equal to 5. ഫസ്റ്റ് ടേം എന്തായിരിക്കും അറിയോ? ഇതും കൂടി പ്ലസ് ചെയ്യുക. What is 5 plus 3? 8. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസും nth ടേം ഡയറക്റ്റ് എഴുതാൻ പറ്റുമോ? പറ്റും. എന്തായാലും n-ന്റെ കോഎഫിഷ്യന്റ്, n-ന്റെ കൂടെ ഉള്ളതാണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. ഈ രണ്ടും കൂടി പ്ലസ് ചെയ്താൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ടേം. ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം? 5n plus 3 x1 ഫസ്റ്റ് ടേം കാണാം. 5ന് n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? 5 plus 3 8. സെക്കൻഡ് ടേം എങ്ങനെ കാണാം? n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 into 2 plus 3 10 plus 3 13. അതായത് 8 13 etc. കോമൺ ഡിഫറൻസ് എന്താ? 13 മൈനസ് 8 5. അപ്പൊ ഇങ്ങനെയും കണ്ടുപിടിക്കാം, പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ x1 8, കോമൺ ഡിഫറൻസ് 5 കിട്ടിയത് ഇവിടെ ഡയറക്റ്റ് എഴുതിയപ്പോഴും കിട്ടി അല്ലെ. ഇനി ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നിങ്ങളോട് സീക്വൻസ് എഴുതാൻ പറഞ്ഞാലോ? യെസ്, ഫസ്റ്റ് ടൈം 8 എഴുതി, അതിന്റെ കൂടെ 5 കൂട്ടി 13 എക്സെട്ര. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിന് ചോദിക്കാറ്. വീണ്ടും വേറെ ക്വസ്റ്റ്യൻ കൂടി ഇന്ന് തന്നെ ചോദിക്കാൻ എന്തായോ? ഇതെന്താ പ്രത്യേകത? ഇതിന്റെ ടേംസിന്റെ പ്രത്യേകത എന്താ? ഈ സീക്വൻസിലെ ടേംസിന്റെ പ്രത്യേകത എന്താ നോക്കൂ. 5n plus 3, അതായത് 5ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഈ സീക്വൻസിലെ നമ്പേഴ്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ എന്തുകൂടി കിട്ടുന്നുണ്ട്? ഒരു 3 കിട്ടുന്നുണ്ട്. ഈ 3 എന്താ അറിയോ? റിമൈൻഡർ ശിഷ്ടം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കൂ, ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഏതാ? 8 അല്ലേ. 8നെ കോമൺ ഡിഫറൻസ് എന്താ? പൊതു വ്യത്യാസം എന്താ? 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി. രണ്ടാമത്തെ ടൈം എത്രയായിരുന്നു? 13 അല്ലേ. 13നെ 5 കൊണ്ടുപോയിരിക്കുമ്പോൾ 5 2 10, റിമൈൻഡർ 3 കിട്ടി. അപ്പൊ ഈ കൂടെ കിടക്കുന്ന പ്ലസ് 3 എന്താ? ഈ സീക്വൻസിലെ ടേമിനെ കോമൺ ഡിഫറൻസ്, അതായത് പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. റിമൈൻഡർ എത്രയാന്ന് ഡയറക്റ്റ് ചോദിക്കും. നിങ്ങൾ അങ്ങനെ അരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന നമ്പർ ഏതാണോ അതാണ് അതിന്റെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം. അപ്പൊ ഇത് ശ്രദ്ധിച്ചു കേട്ടോ. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ ആയിക്കോളൂ. 3 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ ആണ്. Fifth term of an arithmetic sequence is 38. Eighth term is 62.
find the common difference. 8. Fifth term ഞാൻ x5 എന്ന് എഴുതാണ്. x5 38 and eighth term x8 എന്ന് എഴുതാണ്. That is 62. Find common difference. Common difference കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താ? യെസ്, എന്താ പറഞ്ഞേ? term difference divided by position difference. അതായത് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പൊ ഇവിടെ പദങ്ങൾ ഏതൊക്കെയാ? 68 മൈനസ് 38 ബൈ ടേം ഡിഫറൻസ്, ടേമുകളുടെ വ്യത്യാസം ബൈ പൊസിഷൻ, എട്ടാം പദം അഞ്ചാം പദം. അപ്പൊ 8 മൈനസ് 5 62 38 മൈനസ് ചെയ്താലോ 8 4 12 24 24 ബൈ 8 5 പോയാൽ 3. That is 8. കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? പൊതുവ്യത്യാസം എന്ത് കിട്ടി? 8. അപ്പൊ ഇത്തരത്തില് രണ്ട് പദങ്ങളുടെ ഡിഫറൻസ് ആയിട്ട് തരുമ്പോൾ അതിന് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എഴുതാൻ വേണ്ടി എന്താ വേണ്ടത്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ എടുത്താൽ ഇവിടുന്ന് ഇതേ ഡയറക്ഷനിൽ എടുക്കാം. ഒരു കുട്ടിക്ക് 3 താഴോട്ട് എടുക്കണമെന്ന് വെച്ചോ 38 മൈനസ് 62. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 5 മൈനസ്. എങ്ങനെ വേണം കൊടുക്കണം? ഒരേ രീതിയിൽ എടുക്കണം, ഒരേ ഡയറക്ഷനിൽ എടുക്കണം. 62 38 കുറച്ചാൽ 8 5 കുറയ്ക്കാം. തിരിച്ച് 38 62 കുറയ്ക്കുകയാണെങ്കിൽ 5 8 കുറയ്ക്കാം. അപ്പൊ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഓക്കെ, എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി നേരത്തെ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Will the difference between any two terms of the sequence be 100? ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്താകുമോ? 100 ആകുമോ? അതായത് ഒരു സീക്വൻസിലെ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? പൊതുവ്യത്യാസത്തിന്റെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 100 ഇതിലെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 100നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസത്തെ 8 1 into 8 8 20 2 8 16 remainder 4. So 100 is not a difference. The difference ഒരിക്കലും എന്താവില്ല? അതെ, ടേംസിന്റെ ഡിഫറൻസ് ഒരിക്കലും എന്ത് വരില്ല? 100 വരില്ല. 100 വരണമെങ്കിൽ എന്ത് വേണം? റിമൈൻഡർ എന്ത് വരണം? 0 ആവണം. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആവണം. ഇതേപോലെ തന്നെ ഇതിലെ 3 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടേം ഓഫ് an arithmetic sequence is 8. സെക്കൻഡ് ടേം x2 8 ആണ്. സെക്കൻഡ് ടേം 8 ആണ്. and common difference is 3. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കഴിഞ്ഞ വർഷം ചോദിച്ച SSLC എക്സാമിന് റൈറ്റ് ദി സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി 12th ടേം, 12ാമത്തെ പദം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ ടേം കാണണം, പിന്നെന്ത് വേണം? സീക്വൻസ് എഴുതണം. അവിടെ നോക്കി x2 ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം ആണ് 8. പക്ഷെ കോമൺ ഡിഫറൻസ് എത്രയാ? 3 ആണ്. പൊതുവ്യത്യാസം 3 ആണെങ്കിൽ ആദ്യ ടേം എത്ര വരിക? 5 അല്ലേ? 5ഉം 3ഉം 8 8 3ഉം 11. ഈസി അല്ലേ? ഇനി എന്താ കാണാൻ പറഞ്ഞാൽ വാട്ട് ഈസ് ദി 12th ടേം? 12ാമത്തെ പദം കാണാം. x12th ടേം കാണണമെങ്കിൽ യെസ് ആദ്യ പദത്തിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 12th ടേം കിട്ടാൻ ഫസ്റ്റ് ടേമിന്റെ കൂടെ പറയൂ. ഫസ്റ്റ് ടേമിന്റെ കൂടെ 12 ആവണമെങ്കിൽ ആദ്യ ടേമിന്റെ കൂടെ 11 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ? 11d. സോ വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? 5 plus 11 into common difference എത്രയാ? 3. That is 5 plus 33 38. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡ് ടേം തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് 12th ടേം ആണല്ലോ. അപ്പൊ സെക്കൻഡ് ടേമിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 12th ടേം എത്രയെങ്കിൽ 12 ആണ്. ഇവിടെ 2 ആയി 10 10 കോമൺ ഡിഫറൻസ് അല്ലേ? വാട്ട് ഈസ് സെക്കൻഡ് ടേം? സെക്കൻഡ് ടേം എത്രയാ? 8 ആണ്. 8 plus 10 into common difference എത്രയാ? 3. That is 8 plus 10 into 3 30 38. അപ്പൊ എങ്ങനെ വേണം ചെയ്യാം? ഏത് ടേം വന്നും നമുക്ക് എത്രാമത്തെ ടേം ആണെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയാം? 3 മാർക്കിന് ചോദിച്ചത് 3 4 മാർക്കിന് ചോദിക്കാം കേട്ടോ. How many 3-digit numbers are there which have a remainder 3 on divisible by 7? എത്ര 3-digit numbers ഉണ്ട്? അതായത് 3 കൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ റിമൈൻഡർ ശിഷ്ടം 3 വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 3-digit numbers എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 yes 101 etc. ലാസ്റ്റ് 3-digit number ഏതാ? 999.
ഇതാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 അക്ക സംഖ്യകൾ അല്ലെ. ഈ സംഖ്യകളിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3, 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? അപ്പൊ നമ്മൾ ആദ്യത്തെ സംഖ്യ ഏതാ? 100. ഈ 100നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരു 7 7 3 30 7 4 28. റിമൈൻഡർ ശിഷ്ടം എത്രയാ? 2. അപ്പൊ 100 അല്ല, നമുക്ക് 3 വരുന്ന റിമൈൻഡർ. അപ്പൊ 101. അടുത്ത 100 കഴിഞ്ഞ് 101, 100 കഴിഞ്ഞാൽ അടുത്തത് 101ന് 7 7 31 7 4 28. ഓക്കെ, റിമൈൻഡർ 3 കിട്ടി. അപ്പൊ ഈ 3 അക്ക സംഖ്യകൾ കുറേ ഉണ്ട്. അതില് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3, റിമൈൻഡർ 3 വരുന്ന ആദ്യത്തെ സംഖ്യ 101. ഇനി അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എളുപ്പാട്ടോ. ഇതിന്റെ കൂടെ 7 പ്ലസ് ചെയ്ത് പോവാം. അപ്പൊ 101ന്റെ കൂടെ 7 പ്ലസ് ചെയ്താൽ 108 115 എക്സെട്ര. ഈ ലാസ്റ്റത്തെ കണ്ടുപിടിക്കണം. ഇതിനെ പ്ലസ് ചെയ്ത് എളുപ്പമല്ല. അപ്പൊ നമ്മൾ ഇതിനെ ഹരിച്ചു നോക്കാം. 999നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1 7 29 7 4 28 19 7 2 14 5 അല്ലേ. 999 ആകുമ്പോ 5 ആണ്. അപ്പൊ 998 ആണെങ്കിൽ 4 ആയിരിക്കും. 997 997 ആണെങ്കിലോ 29 17 14. റിമൈൻഡർ എത്രയാ? 3. അപ്പൊ ലാസ്റ്റ് നമ്പർ 997. അപ്പൊ ഇത്തരത്തില് ആദ്യം 3 ഡിജിറ്റ് നമ്പേഴ്സ് വരാവുന്നത് മൊത്തം എഴുതാം. അതിൽ എന്ത് കണ്ടീഷനാ പറഞ്ഞിരിക്കുന്നത്? 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3. ആ നമ്പേഴ്സ് വേറെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ തൊട്ട് ഇതുവരെ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇതിന് എണ്ണാൻ പറ്റുമോ? എണ്ണി കണ്ടുപിടിക്കാൻ കുറെ സമയം എടുക്കും. അല്ലാതെ അയ്യൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അവസാന പദം കുറയ്ക്കണം, ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാട്ടോ. ലാസ്റ്റ് ടൈം ഏതാ? 997. ഫസ്റ്റ് ടൈം ഏതാ? 101. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ആണ് പ്ലസ് ചെയ്യണം അല്ലേ. പ്ലസ് 1. ഇതിനകത്ത് മൈനസ് ചെയ്ത് നോക്കൂ. 997 minus 101 896. That is 896 by 7 plus 1. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 896നെ 7 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 14 56 8 7 56. Yes, 128 plus 1 basically 129. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സിസ്റ്റം 3 വരുന്ന 101 108 115 അങ്ങനെ 997. ഇതുവരെ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 129 സംഖ്യകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ 3 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ ആണ്. 8th term is 12. 8th term x8, that's 12. 12th term is 8. x12 is equal to 8. Find the algebraic expression of this sequence. അതായത് algebraic expression നമ്മൾ എന്താ? xn എന്നാം പദം, അതായത് ബീജഗണിത രൂപം. എന്തായാലും എക്സാമിൽ ചോദിക്കട്ടെ, ബീജഗണിത രൂപം അല്ലെങ്കിൽ algebraic expression ചോദിക്കും. അപ്പൊ എന്താണ് algebraic expression കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിച്ചുള്ള nth term xn സമം nd plus f minus d. വേറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ഇത് ഉപയോഗിക്കാൻ ഏറ്റവും ഈസി. xn nth term is nd plus f minus d. അപ്പൊ n എന്താ അറിയില്ല, xn n എന്താണ് അറിയില്ല, d യും f ഉം നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ നേരത്തെ d കണ്ടുപിടിച്ചത്? കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ d എങ്ങനെ കണ്ടുപിടിച്ചത്? d എന്ന് പറഞ്ഞാൽ എന്താ? ടേം ഡിഫറൻസ് 12 minus 8 by പൊസിഷൻ. ഇവിടെ 8 ആണ്, ഇവിടെ 12 ആണ്. നിങ്ങളുടെ സൗകര്യത്തിന് വലുതും ചെറുതും മാറ്റി എടുക്കരുത്, ഒരേ സൈഡിൽ നിന്ന് എടുക്കാം. 12 minus 8 ആണെങ്കിൽ 8 minus 12 തന്നെ എടുക്കണം കേട്ടോ. 12 8 പോയാൽ 4, 8 12 പോയാൽ -4. അപ്പൊ എന്ത് കിട്ടും? -1. അപ്പൊ d കിട്ടി. ഇനി ഫസ്റ്റ് ടൈം ആദ്യ പദം കണ്ടുപിടിക്കാൻ, ആദ്യ പദം കാണാൻ ഇവിടെ 12 8ാമതാണ് അല്ലേ. അപ്പൊ x8 12ാം പദം x8 8ാം പദത്തിന് എത്ര കുറച്ചാൽ, എത്ര കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കുറച്ചാൽ 1ാം പദത്തിലേക്ക് കിട്ടും? 8ാം പദത്തിന് 7 കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ. 8ാം പദത്തിന് 7 പൊതു വ്യത്യാസം കുറച്ചാൽ 1ാം പദത്തിലേക്ക്. എന്താണ് 8ാം പദം? 12 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം -1. അപ്പൊ എന്തൊക്കെ? 12 മൈനസും മൈനസും പ്ലസ് ആണ്. 7 7 12 7 19. അപ്പൊ ആദ്യ പദം 19 പൊതു വ്യത്യാസം -1. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എൻ ഡി എൻ അറിയില്ല എൻ എന്നെ ഡി കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം -1 പ്ലസ് എഫ് 19 മൈനസ് ഡി ഡി എത്രയാ -1 that's equal to n into -1 minus n plus 19 minus -1 minus minus plus ആയില്ലേ 19 plus 1 വരും minus n plus 20 അല്ലെങ്കിൽ തിരിച്ചു എഴുതാം 20 minus n. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാണ് നോക്കിയാൽ കാണാം. ഫസ്റ്റ് ടേം കാണാം, ഇത് രണ്ടും ഉപയോഗിച്ച് nth ടേം ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. ഓക്കെ, ആൽജിബ്രൈക് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചോ. Find the sum of first 25 terms of the arithmetic sequence 11, 22, 33. അതായത് ആദ്യത്തെ 25 പദങ്ങൾ ഏതൊക്കെയാ? 11, 22, 33 etc. ഈ സീക്വൻസിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണാം. ഓക്കെ, വളരെ എളുപ്പമായിട്ട് സമ്മ് കാണാൻ എന്താ വെച്ചാൽ കുറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? n/2 into x1 plus xn, പിന്നെ n/2 into d/2 n square plus f minus d/2 n. അങ്ങനെ ഇക്വേഷൻസ് കുറെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. n/2 into x1 plus xn, ഇതാണ് കുറച്ചും കൂടി എളുപ്പം അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്രയാ? 25. x1 അറിയാം, xn അറിയില്ല. x എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ടേമിന്റെ സമ്മ കാണുന്നത്? 25 ടേംസിന്റെ സമ്മ. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? 25-ാം പദം, അതാണ് ലാസ്റ്റ് ടേം. x25 എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? x1 പ്ലസ് ആദ്യ പദത്തിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആണ്? 24d. വാട്ട് ഈസ് x1? 11 പ്ലസ് 24 into d. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാ? 11, 22, 13, 11 തന്നെ. 11 പ്ലസ് 14, 44, ബാക്കി 4, 12, 22, 4, 26 പ്ലസ് ചെയ്യുമ്പോൾ 275 കിട്ടും. Then sum കാണാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ s സമം n/2. n എന്ന് പറഞ്ഞാൽ എത്രയാ? 25/2 into x1 11 പ്ലസ് xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ആണ് 25ാമത്തെ ടൈം ആണ് 275. That's equal to 25/2 into ഇത് പ്ലസ് ചെയ്യുമ്പോൾ 5 6 7 8 286. ഓക്കെ, 2 to 86 നമുക്ക് കട്ട് ചെയ്യാം. 143. So 25 into 143 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ശ്രദ്ധിക്കാൻ എളുപ്പമാണ് ട്ടോ. ഓക്കെ, 4 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ നോക്കൂ. സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence is n square plus 2n. n ടേമിന്റെ സം എന്താണ്? n square plus 2n. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. Find the algebraic expression. Algebraic expression എന്ന് പറഞ്ഞാൽ എന്താ? xn nth ടേം കണ്ടുപിടിക്കുക. അപ്പൊ nth ടേം കാണാൻ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ വേണം? യെസ്, xn സമം nd പ്ലസ് f മൈനസ് d അല്ലേ? d യും f ഉം വേണം. ഈ ടേമിൽ നമുക്ക് d യും f ഉം ഡയറക്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. എന്താ കാരണം അറിയോ? നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടാവും. ജനറൽ ഫോം ഓഫ് nth ടേം എന്താ? സം ഓഫ് nth ടേം pn സ്ക്വയർ പ്ലസ് qn. ഇനി p എന്ന് പറഞ്ഞാൽ എന്താ? d/2. f എന്ന് പറഞ്ഞാൽ എന്താ? p പ്ലസ് q. p എന്ന് പറഞ്ഞാൽ d/2. p എന്ന് പറഞ്ഞാൽ d/2 ആണ്. p യും q യും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? f കിട്ടും അല്ലേ? അപ്പൊ d കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് p യും q യും നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ഈ ഇക്വേഷന്റെ അതേപോലെ ഇവിടെ n സ്ക്വയർ p യുടെ സ്ഥാനത്ത് എത്രയാ? p is equal to 1 ആണ്. n 2 qn, q യുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാ? q യുടെ സ്ഥാനത്ത് എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് p സമം d/2 എന്ന് അറിയാം. അപ്പൊ d/2 സമം p ആണ്. p എത്രയാ? 1. So d സമം ഈ 2 അങ്ങോട്ട് പോയി 1 into 2 d is equal to 2. a കിട്ടി. ഇനി ഇവിടെ f സമം എന്താ? f സമം p plus q. f ആണ് കണ്ടുപിടിക്കേണ്ടത്. p എന്ന് പറഞ്ഞാൽ എത്രയാ? 1. q എത്രയാ? 2. അപ്പൊ f എത്ര കിട്ടി? 3. അപ്പൊ എന്താ nth ടേം കാണാനുള്ള ഇക്വേഷൻ? xn nd plus f minus d. n d എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടി. d എത്രയാ? 2 plus f എത്രയാ? 3 minus b into d എത്രയാ? 2. That's equal to 2 into n 2n. 3 എന്ന് 2 പോയാൽ 1. 2n plus 1. അപ്പൊ ഇത് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. Sn sum of n terms of an arithmetic sequence ആണ് Sn കൊടുക്കുന്നത്. അത് ഈ n square plus 2n തന്നിട്ടുണ്ട്. p
ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് എന്ത്? Sn സമം pn² പ്ലസ് qn. ഇതിന്റെ p യും q നമുക്ക് അറിയാവുന്ന n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് p, അത് ഒന്നാണ്. അപ്പൊ p 1 കിട്ടി. n എന്ന് പറയുമ്പോൾ q, അതാ n ന്റെ കോഎഫിഷ്യന്റ് ആണ് q, അപ്പൊ q സമം 2 കിട്ടി. ഇനി ഇതിന്റെ p യും q ഇങ്ങനെ റിലേഷൻ ഉണ്ട്. എന്താണ്? p സമം d/2. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് p. f എന്ന് പറഞ്ഞാൽ ഈ p യും q യും കൂടി പ്ലസ് ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ d യും f ഉം കണ്ടുപിടിക്കുക. nth ടേമാണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കേ. അതേപോലെ 4 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഓഫ് an arithmetic sequence 16, 24, 32, etc. starting from the first added to 9 gives a perfect square. അതായത് ഈ 14, 24, 32 എന്ന സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുക. ആ സമ്മിന്റെ കൂടെ 9 പ്ലസ് ചെയ്യുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് പ്രൂവ് ചെയ്യണം. ഇതിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സം കാണാൻ വേണ്ടി ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താ ഇക്വേഷൻ? Sn സമം pn² പ്ലസ് qn. pn² പ്ലസ് qn. p എന്ന് പറഞ്ഞാൽ d/2, f എന്ന് പറഞ്ഞാൽ p പ്ലസ് q. ഈ സീക്വൻസ് നോക്കേ, ഇതിന് ഫസ്റ്റ് ടൈം f എത്രയാ? 16 അല്ലേ? d എത്ര? d 16 8 24, 24 8 32, 16 8 ആണെന്ന് മനസ്സിലായി. ഇനി p യും q യും കിട്ടിയാൽ മതി. അപ്പൊ p എങ്ങനെ കാണാം? p സമം d/2. d എത്രയാ? 8. അപ്പൊ 8/2 സമം 4. അപ്പൊ p സമം 4 എന്ന് കിട്ടി. q എങ്ങനെ കാണാം? f സമം p പ്ലസ് q. f എത്രയുടെ? 16 അല്ലേ? അപ്പൊ f സമം p പ്ലസ് q. f എത്രയാ? 16 സമം p എത്രയാ? 4 പ്ലസ് q എന്താ? അറിയില്ല. 4 പ്രതി കൊണ്ടുപോവാ ഈക്വൽ ടു q. 16 4 പോയാൽ 12. q സമം 12. അപ്പൊ സം എന്തായി? വളരെ എളുപ്പമായി. കണ്ടോ? Sn സമം that is pn². p എത്രയാ? 4 ആണ്. അപ്പൊ 4n² പ്ലസ് q എത്രയാ? 12n. ഇതാണ് സം ഓഫ് n terms of this arithmetic sequence. ഈ സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിയുടെ തുകയാണ് എന്ത്? 4n² പ്ലസ് 12. ഇനി എന്താ ചോദ്യം എന്നറിയോ? ഇതിന്റെ കൂടെ 9 പ്ലസ് ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി ഇതിന്റെ കൂടെ 9 പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4n² പ്ലസ് 12n പ്ലസ് 9 പ്ലസ് ചെയ്താൽ അത് എന്താണ്? ഒരു പൂർണ്ണ വർഗ്ഗാണെന്ന് തെളിയിക്കാം. വളരെ എളുപ്പമാട്ടോ. ഇത് നോക്കിയേ, ഈ 4നെ ഞാൻ 2n² എഴുതി. ശരിയല്ലേ? 2² 4n² പ്ലസ് 12n അങ്ങനെ തന്നെ നിൽക്കട്ടെ. 9നെ ഞാൻ എന്ത് എഴുതി? 3n² എന്ന് എഴുതി. ഏതാ ഇക്വേഷൻ? 8ാം ക്ലാസ്സിൽ പഠിച്ച ഐഡന്റിറ്റി, സർവസമവാക്യം അല്ലേ? a² പ്ലസ് 2ab പ്ലസ് b². അതായത് 2n പ്ലസ് 3 the whole square എന്ന് എഴുതാൻ പറ്റും. എന്താണ് ആദ്യ പദം? a². a എന്ന് പറഞ്ഞാൽ 2n ആണ്. അപ്പൊ 2n² 4n² ശരിയാണ്. നെക്സ്റ്റ് മിഡിൽ ടേം 2ab 2 into 2n into 3. അപ്പൊ എന്താ കിട്ടുക? 2 into 2n 4n 4n into 3 12. ക്ലിയർ ആണ്? പ്ലസ് b² എന്ന് പറയുമ്പോൾ 3² എത്രയാ? 9. അപ്പൊ എന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ ആയി, ഒരു പൂർണ്ണ വർഗ്ഗമായി. ഓക്കെ, 4 മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. In the arithmetic sequence 100, 97, 94, etc. Which is the smallest positive number? Which is the largest negative number? ഇതിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ ഏതാ? ഏറ്റവും വലിയ നെഗറ്റീവ് നമ്പർ ഏതാ? വളരെ എളുപ്പമാണോ? ഇതിങ്ങനെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ d എന്താ കിട്ടുക? 97 മൈനസ് 100. 97 100 പോയി എത്ര കിട്ടും? -3 കിട്ടും. ഒരു വ്യത്യാസം -3 ആണ്. 100 97 94 അങ്ങനെ പോയാ ലാസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വരും 1 അല്ലേ? ഉറപ്പാണല്ലോ. ഈ 1 ഇതിലൊരു ടേം ആണോ എന്ന് എങ്ങനെ നോക്കുക? 100നെ 3 ആയിട്ട് കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടാൻ നോക്കുക. 97 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടുക? 94 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നോക്കൂ. 100നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3 9, 10 3 9. ശിഷ്ടം 1 ആണ് അല്ലേ? 97 ആണെങ്കിലും അതിന്റെ വരിക ഉറപ്പിച്ചോളൂ. 3 3 9 3 2 6 7 1. അങ്ങനെയാണെങ്കിൽ ഈ ടേംസിൽ ഈ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സിനെയും കോമൺ ഡിഫറൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ശിഷ്ടം വരും. അപ്പോൾ 1 ശിഷ്ടം വരുന്ന പോസിറ്റീവ് നമ്പർ ആണ് 1. 0 ടൈംസ് 4 റിമൈൻഡർ 1.
അപ്പൊ ഈ സീക്വൻസ് 100, 97, 94 എക്സെട്ര ലാസ്റ്റ് 1 എന്ന് വരും. കാരണം 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 1 ആണ്. ഇനി അടുത്ത നമ്പർ കാണാൻ ഇതിന്ന് -3 പ്ലസ് ഇതിന്റെ കൂടെ -3 പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 വീണ്ടും -3 പ്ലസ് ചെയ്യുമ്പോൾ -5 എക്സെട്ര. നമുക്ക് ആവശ്യം എന്താ? ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ, ദാറ്റ് ഈസ് -2. ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ ആണ്. അതുപോലെ സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ അല്ലേ? ഏറ്റവും ചെറിയ പോസിറ്റീവ് സംഖ്യ 1 ആണ്, ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ -2. ഓക്കെ, 4 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ കേട്ടോ. The algebraic expression for the arithmetic sequence is 3n plus 2. Xn തന്നിട്ടുണ്ട് 3n plus 2. nth term algebraic expression ആണ്. nth term ആണ്, ബീജഗണിത രൂപമാണ് ട്ടോ. Find the sum of first 10 terms. സം കാണണം. ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. Find the sum of first 10 terms. ഈ ഇതിലെ സം കാണാൻ ഏറ്റവും എളുപ്പം പറ്റുന്ന ഇക്വേഷൻ ഏതാ അറിയോ? d/2 n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 n. സം കാണാൻ 2-3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഇത് പഠിക്കാം, അല്ലെങ്കിൽ sn n/2 into x1 plus xn പഠിക്കാം, അല്ലെങ്കിൽ sn n/2 into 2f plus n minus 1 into d ഇത് പഠിക്കാം. ഏതാച്ചാൽ നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ചെയ്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതില് ഞാൻ നേരത്തെ നമ്മൾ ചെയ്തതാണ്. xn തന്നു കഴിഞ്ഞാല് f ഉം d യും വളരെ എളുപ്പം എഴുതാം. d എന്ന് പറഞ്ഞാൽ എന്താ? n-ന്റെ ഗുണോത്തര കോഎഫിഷ്യന്റ്. f എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. 3 + 2 5. അപ്പൊ d യും കിട്ടി, f ഉം കിട്ടി, രണ്ടും കൂടി പ്ലസ് ചെയ്തു. ഇത് രണ്ടും കൊടുത്താൽ മതി. അപ്പൊ സം കിട്ടി. Sn = d/2. d എത്രയാ? 3 ആണ് അല്ലേ? അപ്പൊ 3/2 into n. n എത്ര തന്നിരിക്കുന്നത്? 10 പദങ്ങളാണ്. അപ്പൊ n = 10. അപ്പോൾ എന്ത്? 10² പ്ലസ് f എത്രയാ? 5 മൈനസ് d/2 3/2 വീണ്ടും 10. n സ്ഥാനത്ത് 10 കൊടുത്തു. നോക്കൂ, 3/2 into 10ന്റെ സ്ക്വയർ 100 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 5 2 10 മൈനസ് 3/2 into 10. ഇവിടെ ഈ 2 100ല് എത്ര പ്രാവശ്യം വെട്ടാം? 50 പ്രാവശ്യം അല്ലേ? അപ്പൊ 3 into 50 പ്ലസ് ഇവിടെ അതുപോലെ 2 10ൽ എത്ര പ്രാവശ്യം വെട്ടാം? 5 തവണ വെട്ടാം. 10ന്ന് 3 പോയാൽ 7 ഒരു 5. 5 3 × 50 180, 7 5 35. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് എളുപ്പം കിട്ടുന്ന 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ സ്റ്റെപ്പോട് കൂടി ആൻസറിലേക്ക് എത്താം. xn = n/2 into x1 plus xn ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ കുറേ സ്റ്റെപ്പുകൾ കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സം കാണാനുള്ള എല്ലാ ഇക്വേഷൻസും പഠിച്ചു വെച്ചാൽ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡയറക്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വരാം. സബ് ക്വസ്റ്റ്യൻ ABCD ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 5 മാർക്ക് 4 മാർക്കോടെ വളരെ ഈസി ആയിട്ട് കിട്ടും. 1 മാർക്കിന്റെ മാർക്ക് മാത്രമേ കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എന്നാലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The sum of first n terms of an arithmetic sequence. ഇപ്പൊ എഴുതിയ പോലെ തന്നെ n ടേമുകളുടെ സം തന്നിട്ടുണ്ട്. n² + 2n അല്ലേ? n term, n പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? അതാണ് ഒരു സബ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിക്കുക. ഇത് ഏതാ സ്റ്റാൻഡേർഡ് ഫോം? bn² + 2n, p = d/2, f = p + 2. p യും q യും പ്ലസ് ചെയ്താൽ f കിട്ടും. p എന്ന് പറഞ്ഞാൽ d/2 പൊതുവ്യത്യാസത്തിന്റെ പകുതി. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയേ. ഇവിടെ 1n² + 2n ആണ്. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ p ആണ്. p = 1, q = 2. d കണ്ടുപിടിച്ച് നോക്കൂ. എന്താ d കാണാനുള്ള ഇക്വേഷൻ? p = d/2. അപ്പൊ p 1 ആണല്ലോ. 1 = d/2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ d കിട്ടും. അപ്പൊ d = 1 × 2. അടുത്തത് എന്താ? f = p + q. p എത്രയാ? 1 ആണ്. q എത്രയാ? 2 ആണ്. അപ്പൊ f = 3. ഇനി ഈ സമം ഇതിന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താണ്? Sn = pn² + 2n. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയാ? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം ഈസ് 3. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ബി ഈക്വൽ ടു. അതാ ഞാൻ പറഞ്ഞത് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു 3. രണ്ടാമത് വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എന്താ, അത് 2 എന്ന് എഴുതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്, 20 പദങ്ങളുടെ തുക. അപ്പോ n² + 2n എന്ന് പറഞ്ഞാൽ n ടേമുകളുടെ സമ്മാണ്, n പദങ്ങളുടെ തുകയാണ്. നമ്മളോട് ചോദിച്ചത് ഫസ്റ്റ് 20 ടേംസിന്റെ സം 20. അപ്പൊ n കാണോട്ട് എന്ത് കൊടുത്താൽ മതി, 20 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, 20² + 2 × 20. വാട്ട് ഈസ് 20²? 400 + 40 30 440. ഇതാണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. സം ഓഫ് 20 ടേംസ് ദാറ്റ് ഈസ് 440. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താ, പ്രൂവ് ദാറ്റ് the sum of continuous terms of starting from the first the sequence 3 5 7 അത് 3 5 7 തുടങ്ങുന്ന സീക്വൻസിന്റെ സമ്മിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്കോർ ആകുമോ? അപ്പൊ 3 5 7 9 ഇങ്ങനെ 3 5 7 9 3 5 7 etc. ഈ സീക്വൻസിലെ ആദ്യത്തെ n ടേംസിന്റെ സമ്മിന്റെ കൂടെ 1 ആഡ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ ഇത് വേറെ സീക്വൻസ് ആയിട്ട് തന്നിട്ട് നമ്മളിവിടെ കാണാൻ പറഞ്ഞാൽ അതിന്റെ ഇരുന്ന് കാണാൻ ശ്രമിക്കണം അല്ലെ. അതിന് മുമ്പേ നിങ്ങൾ വേറൊരു ആലോചിച്ച് നോക്കൂ. കോമൺ ഡിഫറൻസ് 2 ആണ്, ഫസ്റ്റ് ടേം 3 ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം 3 ഓക്കെ, ഡി 2 ആണ്, ഇതിന്റെ കൂടെ ആഡ് ചെയ്ത 3 + 2 5 5 + 2 7. എന്താണ് ഇതും കണ്ടിട്ട് എന്താ തോന്നുന്നത്? 3 5 7 3 5 7 രണ്ടും സെയിം ആണ്. അതായത് ഈ സീക്വൻസ് തന്നെയാണ് ഈ സീക്വൻസ്. അതാണ് ഈ സബ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത. നമ്മൾ വിചാരിക്കുന്നത് വീണ്ടും ആദ്യം മുതൽ ഇരുന്ന് ചെയ്യണം, വേണ്ട. മുകളിൽ തന്നിട്ടുള്ള ചെയ്തിട്ടുള്ള ABCയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ അതുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, ഉറപ്പാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇനി വീണ്ടും ഇതിന്റെ xn കണ്ടുപിടിക്കേണ്ട ആവശ്യം, xn അല്ലെ Sn സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ സം ഓഫ് n ടേംസ് തന്നെയാണ് എന്ത് ഈ കിടക്കുന്ന Sn = n² + 2n. അല്ലാതെ ഇത് വീണ്ടും ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ സീക്വൻസിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ എന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ കൂടെ n² + 2n + 1 ആഡ് ചെയ്യുക, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? കുറച്ച് മുമ്പ് ചെയ്ത അതേപോലെ പ്രോബ്ലം ആണ്. ഇതിനെങ്ങനെ മാറ്റാം? 1 നെ 1² എന്ന് എഴുതാം. a² + 2ab + b² n + 1 whole square. ശരിയാവോ? a + 2 whole square ആണ് a². ഓക്കെ, 2 × n × 1 2n. ഓക്കെ, പ്ലസ് b² എന്ന് പറയുമ്പോൾ 1². ഇതെന്തായി? n + 1 whole square ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആയിക്കോളൂ. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് an arithmetic sequence is 150. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 180. and the sum of first 10 terms is 550. sum of first 10 terms is 550. 1 മുതൽ 5 വരെയുള്ള പദങ്ങളുടെ തുക 150. 1 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക 550. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ്. വാട്ട് ഈസ് ദി തേർഡ് ടേം, വാട്ട് ഈസ് ദി എയ്ത്ത് ടേം, റൈറ്റ് ആയിട്ട് സീക്വൻസ്, 3-ാം പദം 8-ാം പദം സീക്വൻസ് എഴുതാനാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഫിഫ്ത്ത് ടേം നിങ്ങളുടെ കുട്ടിയുടെ x1 x2 x3 x4 x5 ഇതാണ് ആദ്യത്തെ 5 പദങ്ങൾ. 1 2 3 4 5 ഇതിന്റെ സമ്മാണ് 150. 1 2 3 4 5 sum of 5 terms 5 into mid term അല്ലെ. സം ഓഫ് അതായത് ഈവൻ നമ്പേഴ്സ് അല്ല ഓഡ് നമ്പേഴ്സ് വരുമ്പോ എന്താണ് മിഡിൽ ടേമിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഉണ്ട്. x3 സമം എന്ത് ചെയ്താൽ മതി 150/5. എന്താ കാരണം? സം ഓഫ് 5 ടേംസ് ആണ് 5 into mid term ആണ്. 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 5 into മധ്യപദം. മധ്യപദം മിഡിൽ ടേം എന്താണ്? x3 ആണ്. അപ്പൊ x3 എങ്ങനെ കാണാം? x3 എന്ന് പറഞ്ഞാൽ സമ്മിന്റെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എത്ര കിട്ടും? 5 15 3 30 കിട്ടും. അപ്പൊ ഈ സീക്വൻസിന്റെ മിഡ് ടേം 30 ആണെങ്കിൽ 30 into 5 ആണ് 180. മനസ്സിലായി? അപ്പൊ സം ഓഫ് 5 ടേം ഈസ് 5 into mid term. മിഡ് ടേം എന്ന് പറഞ്ഞാൽ x3 ആണ്. അതിനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സം കിട്ടും. ഇനി അപ്പൊ ഇത് കിട്ടി മിഡ് ടേം. ഇതാണ് കുട്ടികളെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. എന്താ പറയുക? വാട്ട് ഈസ് ദി middle what is the third term x3 എന്താണ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ. എന്ത് കിട്ടി? 13 കിട്ടി. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറയുക? വാട്ട് ഈസ് ദി 8th term?
നോക്കാം. 1 മുതൽ 10 വരെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടുന്ന് 1 മുതൽ x1, x2, x3, x4, x5, x6, x7, x8, x9, x10. ഇതാണ് 10 പദം ആദ്യത്തെ. ഇതില് 1 മുതൽ 5 വരെ നമുക്കറിയാം എത്രയാ? 150. 1 മുതൽ 5 വരെ 180 ആണ്. ബാക്കി ഇവിടുന്ന് എത്ര വരെ ഉണ്ട്? x6, x7, x8, x9, x10 അതാണ് ബാക്കിയുള്ളത്. ഇവിടുന്ന് ഇതുവരെ ഇത് ടോട്ടൽ 550 ആണ്. അപ്പൊ ഇവിടുന്ന് ഇതുവരെ എത്രയായിരിക്കും? 550 150 മൈനസ് ചെയ്ത് നോക്കൂ. എത്ര കിട്ടി? 400 അല്ലേ? 150യും 400ഉം കൂടി പ്ലസ് ചെയ്തതല്ലേ 580. 400, 180, 580. അതായത് 6ാമത്തെ പദം മുതൽ 10ാമത്തെ പദം വരെ 400 ആണ് തുക. ഇവിടെ നോക്ക് 1, 2, 3, 4, 5 നമ്പേഴ്സ് ആണ്. സോ ഇവിടെ മിഡിൽ ടേം ആയിട്ട് വരുന്ന ഏതാ? x8 8ാമത് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ മിഡിൽ ടേമിനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 400 കിട്ടുക. അല്ലെങ്കിൽ 400 divided by 5 80. സോ x8 is മിഡിൽ ടേം 80 ആകുമ്പോൾ 80 400. ഇതാണ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തറിയോ? റൈറ്റ് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളിൽ 3ാം പദം 30, 8ാം പദം 80. ഞാൻ നേരത്തെ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്ത് പൊതുവ്യത്യാസം കാണാൻ ടേം ഡിഫറൻസ് 80 മൈനസ് 35, പൊസിഷൻ ഡിഫറൻസ് 8 മൈനസ് 3. 80 30 പോയാൽ 50, 8 3 പോയാൽ 5, കോമൺ ഡിഫറൻസ് 10. ഇനി ഫസ്റ്റ് ടേം ആണെങ്കിൽ എഫ് കാണണമെങ്കിൽ തേർഡ് ടേം 30 ആണ്, 3ാമത്തെ പദം. അപ്പൊ ആദ്യ പദം കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ തേർഡ് ടേമിന്ന് 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി അല്ലേ? 30 മൈനസ് 20 10 എന്ന് കിട്ടി. സോ വാട്ട് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്? സീക്വൻസ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം 10, കോമൺ ഡിഫറൻസ് 10, 10 20 30 എക്സെട്രാ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റുകളാണ്. പഠിച്ചോ? 5 മാർക്കിന് ചോദിക്കാനാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു കേട്ടോ. 5 മാർക്കിന്റെ ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. സം ഓഫ് ഫസ്റ്റ് പ്ലസ് 21st ടേം ഈസ് 140. അതായത് x1 പ്ലസ് x21 ഈസ് ഈക്വൽ ടു 140. യെസ്. വാട്ട് ഈസ് ദി 11th ടേം? 11th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ 1ഉം 21ഉം 140 ആണെങ്കിൽ ഈ 1ന്റെ 21ന്റെ മിഡിൽ വരുന്ന ടേം ഏതാ? 1 21 വരുന്ന മിഡ് ടേം ഏതാ വരിക അറിയോ? ഏതാ വരിക? 1ഉം 21ഉം കൂട്ടി നോക്കൂ. 1 21 എത്രയാ? 22ന്റെ പകുതി എത്രയാ? 11. എന്ന് വെച്ചാൽ ഇതിന്റെ മിഡ് ടേം ആണ് x11. മിഡ് ടേം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികളെ. ഇതിൽ എന്ത് ചെയ്താൽ മതി? പകുതി എടുത്താൽ മതി, 70 എന്ന് കിട്ടും. അപ്പൊ x11 is equal to 70. അതെങ്ങനെയാന്ന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ. x1, x2, x3, x4, x5 2 4 6 8 10. What is x1 plus x5? 2 plus 10 എത്രയാ? 2 10 എത്രയാ? 2 plus 10 എത്രയാ? 12. ഈ 12ഉം ഈ ടേമായ x3 തമ്മിൽ എന്താ ബന്ധം? ഈ 2 12 എന്ന് പറഞ്ഞാൽ 6ന്റെ എന്താണ്? ഡബിൾ ആണ്. അതായത് 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 12നെ ഈ ഫസ്റ്റിന്റെ ലാസ്റ്റിന്റെ സമ്മിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? മിഡ് ടേം 6 കിട്ടും. അപ്പൊ ഫസ്റ്റ് ലാസ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ മിഡ് ടേം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 2 കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക. ഇവിടെ 2 കൂടി പ്ലസ് ചെയ്ത് തന്നിട്ടുണ്ട് 140. അതിന്റെ ഹാഫ് എടുത്താൽ മതി, മിഡ് ടേം കിട്ടും. അപ്പൊ 1ന്റെ 21 മിഡിൽ വരുന്നത് ഏതാണ്? 11. കണ്ടുപിടിക്കാൻ എന്താ എളുപ്പം? അവിടെ 1 5 ആണ്. 1 5 കൂട്ടിയാൽ 6. 6ന്റെ പകുതി എത്രയാ? 3. അതാണ് x3 ആണ് മിഡ് ടേം. ഇവിടെ 1 21 വരുമ്പോ 2 കൂടി കൂട്ടിയാൽ 22. 22ന്റെ പകുതി എത്രയാ? 11. അതിന്റെ മിഡ് ടേം x11 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയോ? റൈറ്റ് ദി സീക്വൻസ് ഇഫ് f is equal to 10. ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ സീക്വൻസ് എഴുതാൻ. അത് 11th ടേം കിട്ടി, ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. f എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം ആണ് അല്ലേ? എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എഴുതാൻ? നേരത്തെ പറഞ്ഞു യെസ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 70 10 പോയാൽ 60 ബൈ 10 സമം 6. സീക്വൻസ് എഴുതാൻ വളരെ ഈസി ആയി. 10 പ്ലസ് 6 16, 6 22 എക്സെട്രാ.
ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. ആദ്യത്തെ 11 പദങ്ങളുടെ തുക കാണാൻ S11 കണ്ടുപിടിക്കണം. എന്താ ഇക്വേഷൻ? n/2 into x1 plus xn. That's equal to n എന്ന് പറഞ്ഞാൽ 11 11 പദങ്ങളാണ്. അപ്പോൾ 11/2 into x1 ആദ്യ പദം 10, xn 11ാമത്തെ പദം എത്രയാ? 70. That's equal to 11/2 into 70 10 80. 2 80 40 തവണ 11 4 440. കഴിഞ്ഞ വർഷത്തെ SSLC മാർച്ച് 2020 2019 ക്വസ്റ്റ്യൻസിലുള്ളതാണ് ഇത് 5 മാർക്കിന്. അപ്പൊ നിങ്ങൾ നോക്കാൻ, നിങ്ങൾക്ക് ഈ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ലല്ലോ. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യനില് 2 3 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്തു നോക്കാം. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്കിന്റെ, ഒരു 3 മാർക്കിന്റെ, ഒരു 4 മാർക്കിന്റെ, 5 മാർക്കിന്റെ 4 ചോദ്യം ഉണ്ടാവും. 14 മാർക്ക് കിട്ടും. അപ്പൊ ആ 4 ചോദ്യങ്ങൾ എത്തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 14 മാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ.